1 John 3:18 Little children, let us love not in word or speech, but in truth and action. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. After his ascension, our Lord Jesus Christ withdrew from the sight of the apostles not to abandon them, but to empower them. His absence created sacred space for action. സ്വർഗാരോഹണത്തിന് ശേഷം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറേറി. താൻ പരിശുദ്ധാത്മാവിനെ അയച്ച് അവർക്ക് പുതിയ ദൗത്യങ്ങൾ നൽകി. അവർ ശക്തീകരിക്കപ്പെടുകയാണ്. The apostles' fast is not only about remembering their mission, it is about continuing it. ശ്ലീഹാ നോമ്പുകാലം പരിശുദ്ധ അപ്പോസ്തലന്മാരുടെ ജീവിത ദൗത്യത്തെക്കുറിച്ച് പഠിച്ചാലോ സ്മരിച്ചാലോ മാത്രം പോരാ, അത് നാം തുടരണം. When we fast, pray and serve during the season, we are learning to translate God into a deed, to make divine love visible. ദൈവത്തെക്കുറിച്ച് പറയുവാൻ എളുപ്പമാണ്. ദൈവം കർമ്മമായി തീരണം. ദൈവികമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിന് വെളിപ്പെടണം. Jesus did not ask his apostles to build cathedrals and statues. He asked them to build lives. ജീവിതങ്ങളെ കെട്ടി ഉയർത്തുവാനാണ് പരിശുദ്ധ ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവ് ആഹ്വാനം ചെയ്തത്. The kingdom of God is restored not by what we admire from afar, but how we live closely with one another with compassion, patience, forgiveness and sacrificial love. ദൈവരാജ്യം ഈ ലോകത്തിൽ തന്നെ എല്ലാവരും അനുഭവപ്പെടുന്നത് നാം അനുകമ്പയോടും ക്ഷമയോടും സ്നേഹത്തോടും പരസ്പരം ജീവിക്കുമ്പോഴാണ്. Abba Philemon said, quote, "Do not separate your heart from your tongue, nor your tongue from your deeds." നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹം വാക്കുകൾ മാത്രമായാൽ പോരാ, ആ വാക്കുകൾ കർമ്മമാകേണ്ടി ഇരിക്കുന്നു. When Christ lives in us, when love manifests in our actions, then the church truly becomes alive. ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു എങ്കിൽ നമ്മുടെ സ്നേഹം നമ്മുടെ കർമ്മങ്ങളിൽ കാണപ്പെടും. അങ്ങനെയാണ് പരിശുദ്ധ സഭ ജീവനുള്ള സഭയായിത്തീരുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരമായിത്തീരുന്നത്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിത്തീരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. O Lord Jesus Christ, make us doers of your will. Help us to embody love in our actions, mercy in our words, and grace in our relationships. Restore your kingdom in and through us. Amen. കർത്താവേ, അങ്ങയുടെ ഹിതം അനുസരിക്കുന്നവരും ചെയ്യുന്നവരുമാക്കി ഞങ്ങളെ തീർക്കണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ കർമ്മങ്ങളിലൂടെ ലോകം കാണണമേ. ഞങ്ങളുടെ വാക്കുകൾ കരുണയുള്ളതും ഞങ്ങളുടെ ബന്ധങ്ങളിൽ കാരുണ്യവും ഞങ്ങളുടെ കർമ്മങ്ങൾ സ്നേഹമുള്ളതും ആയി തീരണമേ. ഞങ്ങളിലൂടെ അവിടുത്തെ രാജ്യം ഈ ലോകത്തിൽ വെളിപ്പെടുത്തണമേ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.